നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പദ്ധതികൾ കുടുംബശ്രീ വിദ്യാഭ്യാസം. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ വിതരണ പദ്ധതി ലഞ്ച് ബെൽ. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ലഞ്ച് ബെൽ. മാർച്ച് 5, 2024 ഇത് ആരംഭിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ കേരളത്തിലെ ഹാപ്പിനെസ് സെൻ്ററുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ കേരളത്തിൽ ഹാപ്പിനെസ് സെൻ്ററുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ജൽ ഗൽസ. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ജൻ ഗൽസ. ഓണത്തിനായി പൂവ്, പച്ചക്കറി കൃഷി എന്നിവ ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി നിറപ്പൊലിമ 2024, ഓണക്കനി 2024. ഓണത്തിനായി പൂവ്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി നിറപ്പൊലിമ, ഓണക്കനി. വീട്ടുജോലികൾ, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി കിക്ക് സെർവ്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി കിക്ക് സെർവ്. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കനസ് ജാഗ പദ്ധതിയുടെ ഭാഗമായി ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഹസ്യചിത്രമേള നടന്നത് എറണാകുളം. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ ചിക്കൻ വീടുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ്. കുടുംബശ്രീ ചിക്കൻ വീടുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി KTIC. ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഓക്സെല്ലോ. ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഓക്സെല്ലോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരണം നൽകിയ നൂതന സംവിധാനമാണ് കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ. പദ്ധതികൾ വിദ്യാഭ്യാസം.
യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മൈ സ്കൂൾ മൈ പ്രൈഡ് എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി തമിഴ് പുതൽവൻ സ്കീം. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി തമിഴ് പുതൽവൻ സ്കീം. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആസാം. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ചത് ആസാം. അടുത്തിടെ CM സാത്ത് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. CM സാത്ത് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി അസ്മിത. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി അസ്മിത. ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി PM വിദ്യാലക്ഷ്മി. ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി PM വിദ്യാലക്ഷ്മി. +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാനൊരുങ്ങുന്നത് കാട്ടാക്കട. +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാനൊരുങ്ങുന്നത് കാട്ടാക്കട. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുറസി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുറസി. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി കിനാവ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി കിനാവ്. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഇക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഇക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള.